നമ്മുടെ നാട്ടിൽ ചൂട് കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ പാമ്പുകളൊന്നും മാളത്തിൽ അടങ്ങിയിരിക്കുന്നില്ല, പുറത്തേക്ക് വരികയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലോണം ശ്രദ്ധിക്കുക. ഇന്ന് 2-3 വീഡിയോസ് കാണാനിടയായി. അതിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ പാമ്പിനെ കണ്ടാലും പൂച്ചനെ കണ്ടാലും നായകളെ കണ്ടാലൊക്കെ തല്ലി കൊല്ലുക എന്നുള്ളതാണ്. അതൊരിക്കലും അതിന് പരിഹാരമല്ല കേട്ടോ. നമ്മൾ എത്ര തല്ലിക്കൊന്നാലും പാമ്പുകൾ തീരുവില്ല. ഈ ഭൂമിയിൽ പാമ്പും പട്ടികളും പൂച്ചകളും ഒക്കെ ജീവിക്കട്ടെ തന്നെ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ ഒരു ഡോഗും 2-3 പൂച്ചയുണ്ടെങ്കിൽ ആ പരിസരത്ത് പാമ്പ് വരില്ല. അഥവാ വന്നാൽ പൂച്ച സാർ വിടൂല്ല, സത്യം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ പൂച്ചനെയും നായിനൊക്കെ വളർത്തുക, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. കാരണം അവർ മരിച്ചാലും നമ്മളെ തൊടാൻ അവരയക്കൂല. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇനി കാണിക്കാൻ പോകുന്ന 2-3 വീഡിയോസ് കണ്ണ് തുറന്ന് കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എൻ്റെ വീട്ടിൽ പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, പാമ്പുകൾ വരാറുമുണ്ട്. പക്ഷെ പൂച്ചയുടെ കണ്ണ് പെട്ട ഒരിക്കലും വിടൂല. ഒരുപാട് കാലങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. കാരണം അവർക്ക് അവരെ യജമാനെ തൊടുന്നത് ഒട്ടും ഇഷ്ടമില്ല. അവരെ ജീവൻ കളഞ്ഞാലും അവർ നമ്മളെ തൊടാനാക്കൂല. അതുകൊണ്ട് അവരെപ്പോഴും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. നമ്മൾ ഉറങ്ങുമ്പോഴും അവരുറങ്ങാതിരിക്കും. കാരണം എന്താ അറിയോ, നമ്മുടെ സേഫ്റ്റിയാണ് അവർക്ക് വലുത്. നിങ്ങൾ ഈ പുച്ഛിച്ച് തള്ളുന്ന പട്ടികളും പൂച്ചകളൊക്കെ ഉണ്ടല്ലോ, അവർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഒട്ടും ഭയക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് പൂച്ച സാറിനെ പാമ്പിനെ ഒട്ടും ഭയമില്ലാത്തതെന്നറിയോ? പൂച്ച സാറിൻ്റെ റിയാക്ഷൻ സ്പീഡ് എന്ന് പറയുന്നത് 0.02% ആണ്. എന്നാൽ പാമ്പിൻ്റെതോ 0.05% ആണ്. ഡബിളാണ്. അതുകൊണ്ട് പൂച്ച ഒരിക്കലും പാമ്പിനെ ഭയക്കൂല. കൈ കിട്ടുകഴിഞ്ഞാൽ പാടാക്കി കളയും. അതാണ് പൂച്ച. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ പൂച്ച ഉണ്ടായിക്കോട്ടെ കേട്ടോ. ഈ പൂച്ചനെ തല്ലിക്കൊല്ലാൻ പറഞ്ഞ ആളുണ്ടല്ലോ, ശുദ്ധ തെമ്മാടിത്തരാണ് പറഞ്ഞത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, മഹാപാപാണ്.